ഇന്നലെ നമ്മുടെ കർണാടകയിലെ അഡ്യാർ കണ്ണൂർ എന്ന് പറയപ്പെടുന്ന പ്രദേശത്ത് വെച്ച് വളരെ അത്ഭുതകരമായിട്ടാണ് വഖഫ് ബില്ലിനെതിരെയുള്ള പ്രതിഷേധത്തിലൊരു പരിപാടി നടന്നു. എല്ലാവരുടെ കണ്ണ് തള്ളിപ്പോയി. അത്രയും ജനനിബിഡമായ ആൾക്കാരുടെ അതിൻ്റെ ഇടയിൽ നടന്ന ചില അത്ഭുത കാര്യങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ കാണിക്കാൻ പോവുകയാണ്. ഒരുപാട് നിയമങ്ങൾ നമ്മൾക്കെതിരെ കൊണ്ടുവരുമ്പോൾ അതിനെതിരായിട്ടാണ് നമ്മുടെ ഉലമ കോർഡിനേഷൻ അഡ്യാർ കണ്ണൂരിൽ വെച്ച് സംഘടിപ്പിക്കപ്പെട്ട വലിയ ഒരു പ്രതിഷേധ പരിപാടിയാണ് നടത്തിയത്. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അത് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയാണ്, ന്യായത്തിന് വേണ്ടിയാണ് ആ ഒരു പ്രതിഷേധം നടത്തിയത്. ഈ പ്രതിഷേധം തുടങ്ങുന്നതിന് മുമ്പ് ചിലർ സോഷ്യൽ മീഡിയയിൽ വിളിച്ചു പറഞ്ഞ ചില വാക്കുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹത്തിന് അറിയുന്ന ആളാണ്. ഏതായാലും അദ്ദേഹത്തിന് ആ വീഡിയോയിൽ പറയുന്ന വാക്കുകൾ നിങ്ങൾ ಕೇಳ್ಕണം. ಅದು ಕನ್ನಡದಲ್ಲಾണുള്ളത്. ಅದನ್ನ ഞാൻ ಮಲಯಾಳದಲ್ಲಿ നിങ്ങൾ പറഞ്ഞു ತರುವೆയാണ്. ಈಗಾಗಲೇ ಗುಪ್ತಚರ ಇಲಾಖೆಗೂ ಕೂಡ ಮಾಹಿತಿ ಬಂದಿದೆ. ನಾಳೆ ನಡೆಯತಕ್ಕಂತ ಪ್ರತಿಭಟನೆಯ ಸಂದರ್ಭದಲ್ಲಿ ಗಲಭೆಗಳು ಆಗುತ್ತದೆ, ಶಾಂತಿ ಸುವ್ಯವಸ್ಥೆಯನ್ನ ಹಾಳು ಮಾಡತಕ್ಕಂತ ಬೆಳವಣಿಗೆಗಳು ನಾಳೆಯ ದಿವಸ ಆಗುತ್ತದೆ ಅನ್ನುವಂಥದ್ದು ಗುಪ್ತಚರ ಇಲಾಖೆಗೆ ಕೂಡ ಮಾಹಿತಿ ಬಂದಿದೆ. ನಾಳೆಯ ಪ್ರತಿಭಟನೆಯ ಸಂದರ್ಭದಲ್ಲಿ ಒಂದು ಹಿಂದುವಿನ ಮೇಲೆ ಏನಾದ್ರೂ ಆಕ್ರಮಣವನ್ನ ಮಾಡತಕ್ಕಂತ ಮತ್ತು ಹಿಂದೂಗಳ ಮೇಲೆ ಏನಾದ್ರೂ ಆಕ್ರಮಣವನ್ನ ಮಾಡತಕ್ಕಂತ ಕೆಲಸ ಕಾರ್ಯವನ್ನ ಮಾಡಿದ್ರೆ ಹಿಂದೂ ಸಮಾಜ ಯಾವತ್ತೂ ಕೂಡ ಅದನ್ನ ನೋಡಿ ಕೂತ್ಕೊಳ್ಳಿಕ್ಕೆ ಸಾಧ್ಯ ಇಲ್ಲ. ಅದಕ್ಕೆ ಮುಂದಿನ ದಿವಸದಲ್ಲಿ ಉತ್ತರವನ್ನ ಕೊಡೋದಕ್ಕೆ ಎಲ್ಲಾ ಕಾರ್ಯಕರ್ತರು ಸಿದ್ಧರಾಗಬೇಕು ಅಂತಕ್ಕಂತ ವಿಚಾರವನ್ನ ಈ ಸಂದರ್ಭದಲ್ಲಿ ಉಲ್ಲೇಖ ಮಾಡ್ದ. ഇദ്ദേഹം പറഞ്ഞത് ഇത്രയാണ്. നാളെ നടക്കുന്ന പരിപാടി, അതായത് ഇന്നലെ നടന്ന പരിപാടിയെ കുറിച്ചാണ് പറയുന്നത്. നാളെ നടക്കുന്ന പരിപാടിയിൽ ഹൈന്ദവന്മാരുടെ ദൈവാലയത്തിനോ അല്ലെങ്കിൽ ഹിന്ദു ധർമ്മത്തിൻ്റെ ആൾക്കാർക്ക് ഉപദ്രവിക്കാനുള്ള ഒരു പരിശ്രമമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നാളെങ്ങാനും ഒരു ഹിന്ദു സഹോദരനിക്ക് ഇത്തരത്തിലുള്ള പ്രയാസം നേരിടേണ്ടി വന്നാൽ ഞങ്ങൾ മിണ്ടാതിരിക്കൂല എന്നാണ് ആ മനുഷ്യൻ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പേരറിയുന്ന എത്രയോ ആൾക്കാരുണ്ടാകും. ഏതായാലും അവൻ്റെ വിഷയമല്ല. അദ്ദേഹം പറഞ്ഞ ഓരോ വിഷയം എടുത്തു നോക്കിയാൽ അതൊക്കെ ഇന്നലെ നുണയായിരിക്കുകയാണ്, കള്ളമായിരിക്കുകയാണ്. കാരണം ഇന്നലെ നടന്ന പരിപാടി ഒരു ഹിന്ദു സഹോദരനെതിരായിട്ട് നടന്ന പരിപാടിയല്ല. ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടുമായിട്ടില്ല. കാരണം നമ്മുടെ ഉലമാക്കൾ അങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. ആ പ്രതിഷേധത്തിൽ നല്ല അതപോടുകൂടെയായിരുന്നു ആ പരിപാടി നടന്നിട്ടുള്ളത്. ആംബുലൻസ് ആ റോഡിലൂടെ വരുമ്പോൾ വളരെ തിരക്കാണ്. അത്തരത്തിലുള്ള സന്ദർഭത്തിൽ അവിടെയുണ്ടായിരുന്ന വോളണ്ടിയർമാർ ആ ഒരു ആംബുലൻസിനെ പെട്ടെന്ന് കടത്താനുള്ള പരിശ്രമം നടത്തുന്ന ഒരു ദൃശ്യം നിങ്ങൾ കിട്ടുതരുകയാണ്. ഇതൊരു മനോഹരമായിട്ടാണ്, ഇങ്ങനെയാണ് നമ്മുടെ ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചതുപോലെയാണ് ഇന്നലത്തെ പ്രതിഷേധം നടക്കുന്നത്. ഉലമാക്കളുടെ ഒക്കൂട്ടം, അത് AP ആയാലും EK ആയാലും ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായെങ്കിലും അങ്ങനെയാണ്. ഇന്നലെ എല്ലാവരും ഒരുമിച്ച് കൂടിയുള്ള ആ ഒരു പരിപാടി രസമായിരുന്നു. ഇന്നലെ പ്രതിഷേധത്തിൽ ഒരു ഹിന്ദു സഹോദരനെതിരായിട്ടോ ഒരാൾക്കും എതിരായിട്ട് സംസാരിച്ചിട്ടില്ല, ഒരാൾക്കും ബുദ്ധിമുട്ടാകുന്ന ഒരു പരിപാടി നടന്നിട്ടില്ല. എന്ന് മാത്രമല്ല, ഈ മനുഷ്യൻ പറഞ്ഞതുപോലെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഹിന്ദു സഹോദരനിക്ക് എന്തെങ്കിലും ഉപദ്രവം സംഭവിച്ചാൽ ഞങ്ങൾ മിണ്ടാതിരിക്കൂല എന്നാണ് ആ മനുഷ്യൻ പറഞ്ഞത്. സത്യത്തിൽ ആ അത്ര ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരുമിച്ച് കൂടി ആ സദസ്സിൻ്റെ ഇടയിൽ ഒരു ഹിന്ദു സഹോദരിയായ ഒരു ആ ഉമ്മ അവിടെ വെച്ച് ഒരു കച്ചവടം നടത്തുകയാണ്. ഒരാളും ആ ഉമ്മക്ക് ഉപദ്രവിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞതുപോലെ ഒരാളും ഉപദ്രവിച്ചിട്ടില്ല. മറിച്ച് നല്ല മുസ്ലിമീങ്ങൾ ആൾക്കാർ അദ്ദേഹത്തിൽ നിന്ന് വസ്തുക്കൾ വാങ്ങുന്നു, അതിനെ ഭക്ഷിക്കുന്നു. ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഒരാളും ആ ഉമ്മാക്ക് പോലും ഉപദ്രവിച്ചിട്ടില്ല. ഇതിന് ഇടയിൽ ഞാനൊരു കമൻസ് വായിക്കാനിടയിൽ ഒരു പരമേഷ് ജ്യോതി എന്ന് പറയപ്പെടുന്ന ഒരു ഹിന്ദു സഹോദരൻ എഴുതിയ ഒരു കുറിപ്പ് ഇങ്ങനെയാണ്. ഇങ്ങനെ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിൽ അഡ്യാർ കണ്ണൂരിൽ എത്തുമ്പോഴാണ് വലിയ ഒരു സമ്മേളനം, ഒരു പരിപാടി നടക്കുന്നത്. ഞാൻ വാഹനത്തിലാണ്, ട്രാഫിക് ജാമായിട്ടുള്ളത്. നടക്കാനും ഇരിക്കാനും നടക്കാനും പോലും
സ്ഥലമില്ല, അത്രയും ആൾക്കാരാണ് അവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് ഫാമിലി വാഹനത്തിലുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ഇങ്ങനെ ജാമായിരിക്കുമ്പോൾ അവിടെയുണ്ടായിരുന്ന മുസ്ലിം യുവാക്കൾ, വാലണ്ടിയർമാരായ ആൾക്കാർ അദ്ദേഹത്തിന് വാഹനത്തിൻ്റെ ചാരത്തേക്ക് വരികയും വെള്ളത്തിൻ്റെ ബോട്ടൽ അവർ കൊടുക്കുകയും ചെയ്തു. വളരെ സന്തോഷം തോന്നി എന്നാണ് അവർ പറയുന്നത്. ഇതെങ്ങാനും മറ്റുള്ളവരുടെ പ്രതിഷേധമായിരുന്നുവെങ്കിൽ അവരുടെ സ്വഭാവം എന്തെന്നോ ആയിരിക്കും എന്നാണ് ആ പരമേശ്വർ ജ്യോതി എന്ന് പറയപ്പെടുന്ന ഒരു ഹിന്ദു സഹോദരൻ എഴുതി വെച്ചത്. നിങ്ങൾ നോക്കൂ, ഈ മുസ്ലിമീങ്ങൾ എവിടെയൊക്കെ പ്രതിഷേധം നടത്തിയിട്ടുണ്ടോ അതൊക്കെ അതിൻ്റെതായ മര്യാദയോട് കൂടെയാണ് നടത്തുന്നത്. കാരണം നമുക്ക് നമ്മുടെ മതനിയമങ്ങൾ പഠിപ്പിച്ചു തരുന്നത് അങ്ങനെയാണ്. ഒരിക്കലും ഒരു ഇടങ്ങളിലും പകവീട്ട നമ്മുടെ മുത്തനബിതങ്ങൾ പഠിപ്പിച്ചു തരുന്നില്ല. അമ്പലത്തിനോ ഒരു പള്ളിക്കോ കല്ലെറിയാൻ ഇന്നലെ പോയിട്ടില്ല. ഒരു പ്രസംഗം പോലും അവർക്കെതിരെ സംസാരിച്ചിട്ടില്ല. അങ്ങനെയാണ് മുസ്ലിമീങ്ങളുള്ളത്. കാരണം നമ്മുടെ മതം പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. പകവീട്ട നമ്മുടെ മതം നമുക്ക് പഠിപ്പിച്ചു തരുന്നില്ല. പ്രവാചകരുടെ ജീവിത ചരിത്രം എടുത്ത് വായിച്ചു നോക്കിയാൽ നമുക്ക് തന്നെ കാണാൻ സാധിക്കും. എന്താണ് വളരെ മനോഹരമായിട്ടാണ് പ്രവാചകർ ജീവിതം എന്നുള്ളത്. ഒരിക്കലും ഒരു മനുഷ്യനെ പകവീട്ടിയ ചരിത്രങ്ങൾ ഞങ്ങൾ എടുത്തു വായിക്കാനേ ഇല്ല. കാരണം എല്ലാ വിഷയത്തിനും പ്രവാചകർ വിട്ടുവീഴ്ചയാണ് നൽകിയിട്ടുള്ളത്, മാഫാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പ്രവാചകർ ത്വായിഫിൻ്റെ മണ്ണിലേക്ക് പോയപ്പോൾ അവിടെയുണ്ടായിരുന്ന പിഞ്ചു മക്കൾ പോലും പ്രവാചകരിലേക്ക് കല്ലെറിഞ്ഞു. അതിൻ്റെ വേദനം സഹിക്കാതെ ഒരു മരത്തിൻ്റെ ചുവടിലിരിക്കുമ്പോഴാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് ചോദിക്കുകയാണ്, നബിയെ തങ്ങൾ അവർ ഉപദ്രവിച്ചു, നശിപ്പിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകർ പറഞ്ഞതെന്ത്? വേണ്ട, അവരെ നീ നശിപ്പിക്കണ്ട, അവരൊരു കൗമല്ലേ, അള്ളാഹുവിൻ്റെ തൗഹീദിലേക്ക് അവർ വന്നേക്കാം എന്നാണ് പ്രവാചകർ പഠിപ്പിച്ചത്. ഇങ്ങനെയുള്ള മതമാണ് നമ്മുടെ മതം എന്നുള്ളത്. ഈ ആംബുലൻസിൻ്റെ വിഷയം പറയുമ്പോൾ പ്രവാചകർ നമ്മോട് കൽപ്പിക്കുക, നാം സഞ്ചരിക്കുന്ന വഴിയിൽ മുള്ളോ കല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ എടുത്തു മാറ്റണം, മനുഷ്യന്മാർക്ക് ബുദ്ധിമുട്ടാക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ മതം പഠിപ്പിച്ചു തരുന്നത്. അതുപോലെയാണ് ഇന്നലെ ഒരു ആംബുലൻസിലുള്ള ആൾക്കാർ പ്രയാസത്തിലിരിക്കുമ്പോൾ, അങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടാകുന്ന ആ ഒരു പരിപാടിനിടയിൽ ആംബുലൻസ് വരുമ്പോൾ ആ ആംബുലൻസിലേക്കുള്ള വഴിയാണ് പുരുഷന്മാർ, അവിടെ ഉണ്ടായിരുന്ന വാലണ്ടിയർമാർ ചെയ്തു കൊടുത്തിട്ടുള്ളത്. എത്ര മനോഹരമായ ഒരു ദൃശ്യമായിരുന്നു ഇന്നലത്തെ ദൃശ്യം. മുസ്ലിം സമുദായത്തിന് ഇസ്സത്തും സലാമത്തും രക്ഷയും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും നമ്മുടെ ഇസ്സത്തിന് വേണ്ടി, ഇസ്ലാമിൻ്റെ ഇസ്സത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായി അറിയിക്കുകയാണ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.